ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു PRJ. ഇന്ന് പെട്ടെന്നൊരു വീഡിയോ ഉണ്ടാക്കണമെന്ന് തോന്നി. ഒരു ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിസീവ് ചെയ്ത് നിങ്ങൾക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു തോന്നൽ തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ പ്രൊഡക്റ്റ് അൺബോക്സ് ഒക്കെ ചെയ്തു. അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് UK താമസിക്കുന്ന എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം. മോൾഡ് മെയിൻലി നമ്മുടെ ടോയ്ലറ്റ്സിലൊക്കെയാണ് ഇത് അധികം കണ്ടുവരുന്നത്. ബിക്കോസ് നമ്മൾ അവിടെ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ അതിന്റെ ആവി പോയി വോളിലൊക്കെ കണ്ടൻസ് ആയി അവിടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയി ഇങ്ങനെ നിന്ന് ഇത് ബ്ലാക്ക് മോൾഡ് ചൂടുവെള്ളത്തിന്റെ കണ്ടൻസേഷൻ കാരണം അവിടെ നിൽക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന പ്രോബ്ലം UK-ല്. അപ്പൊ ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്ലീച്ച് യൂസ് ചെയ്താൽ മതി. ബ്ലീച്ച് യൂസ് ചെയ്ത് നമ്മൾ മൊത്തം അത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് പോവും. അതല്ലെങ്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഇന്നത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നമുക്കിത് റിമൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? ആ വീഡിയോയിൽ കണ്ട പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഈ മൊത്തം വാഷ്റൂമിൽ, ടോയ്ലറ്റിൽ. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം ക്ലീനായി. എല്ലാം ക്ലീനായി. കുറച്ച് സീലിംഗിലുണ്ട് ഇപ്പം. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മൊത്തം ക്ലീൻ ചെയ്തത്. അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റ് കേട്ടോ. ഞാനിപ്പോൾ ആമസോണിൽ ഓർഡർ ചെയ്ത് സംഭവം എത്തി. ഓപ്പൺ ചെയ്യാം നമുക്ക്. ഞാൻ നേരത്തെ ഈ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊമോഷനൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതാണ് ഇതിൻ്റെ പേര്, മോൾഡ് റിമൂവർ HG ഫോം സ്പ്രേ. അങ്ങനെയാണ് പാക്കിംഗ് വരിക. അപ്പോൾ മുമ്പ് കാണിച്ച പോലെ ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇതിൻ്റെ പേര് HG മോൾഡ് റിമൂവർ ഫോം സ്പ്രേ. ഇതിൻ്റെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതാണ് ഇത് HG മോൾഡ് സ്പ്രേ. ഇത് ഫോം അല്ല, ഇത് നോർമൽ ഒരു ലിക്വിഡായിട്ട് സ്പ്രേ ചെയ്യും. ഇതിൻ്റെ ബേസിക് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആണ്. ക്ലോറിൻ ബേസ്ഡ് പ്രൊഡക്റ്റാണ്. ബ്ലീച്ച്, പ്രോപ്പർ ബ്ലീച്ചാണ് ഇത്. ഒരു സ്പ്രേ ആയിട്ട് ഇതിൽ ഫോം ഇല്ല, പ്രോപ്പർ സ്പ്രേ. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി സ്ട്രോങ് ആണ്. ഇതിൻ്റെ സ്മെല്ല് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1 മണിക്കൂർ വരെയൊക്കെ നമുക്ക് ഈ ബാത്റൂമിലോ എവിടെ അടിച്ചേക്കണേന്ന് വെച്ചാൽ അവിടെ കയറാനൊന്നും പറ്റില്ല. ഞാൻ ആദ്യം യൂസ് ചെയ്ത പ്രൊഡക്റ്റാണ് ഇത്. ആദ്യം ഞാൻ ഓർഡർ ചെയ്തപ്പോൾ വന്നത് ഇതാണ്, ഫോം സ്പ്രേ. ഇത് അത്രയും സ്ട്രോങ് അല്ല. ഇതും സ്ട്രോങ് ആണ്, സ്മെല്ലും കാര്യങ്ങളും, പക്ഷെ ഇത് അത്രയും സ്ട്രോങ് അല്ല. പിന്നെ യൂസ് ചെയ്യാൻ ഒത്തിരി ഈസിയാണ്. പിന്നെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി ഈസിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ആക്ച്വലി മിനിറ്റ്സ് മതി. മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ടോയ്ലറ്റിലെ അല്ലെങ്കിൽ എവിടെയാ നമുക്ക് മോൾഡ് വന്നേക്കണേ അവിടെ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റ്സ് കൊണ്ട് ഒരു മാജിക് പോലെ അത് ഡിസപ്പിയർ ആയിപ്പോകും. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ബാത്റൂമിലാണ് യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഏത് റൂമിലാണ് യൂസ് ചെയ്യണേ അവിടെ നല്ല വെന്റിലേഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ അതൊരു സഫോക്കേറ്റിംഗ് സ്മെല്ല്. ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി സഫോക്കേറ്റിംഗ് ആയിരിക്കും. കണ്ണിലാവാതെ സൂക്ഷിക്കണം. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗസ് വെയർ ചെയ്യണം. പിന്നെ പറ്റിയെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സേഫ്റ്റി ഗ്ലാസ്സസ് ഉണ്ടെങ്കിൽ സേഫ്റ്റി ഗ്ലാസ് യൂസ് ചെയ്യണം. ബിക്കോസ് ഇഫ് യു ആർ നിങ്ങൾ എന്താ പറയുക റൂഫിലോ അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റിലൊക്കെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സ്പ്രേ സ്പ്രേ ഇങ്ങനെ കണ്ണിലൊക്കെ ആയാൽ ഒത്തിരി ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. അപ്പം നല്ല സേഫായിട്ട് യൂസ് ചെയ്യണം. ഗ്ലൗസോ സേഫ്റ്റി ഗ്ലാസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് യൂസ് ചെയ്യണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ
നമ്മൾ മോസ്റ്റ്ലി ഇത് രാത്രി യൂസ് ചെയ്യാൻ നോക്കുക. മീൻസ് നമ്മൾ പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആ ബാത്റൂമിലേക്ക് വരാതിരിക്കാനുള്ളൊരു സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ പിള്ളേരൊക്കെ ഉറങ്ങേണ്ട സമയമാകുമ്പോൾ ആ സമയത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ബിക്കോസ് പിന്നെ നമ്മൾ ഉറങ്ങേണ്ട എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് സ്ലീപ്പ് ചെയ്യാൻ പോണ മുമ്പ് ഇത് സ്പ്രേ ചെയ്ത് പോയിട്ട് നമ്മൾ രാവിലെ വന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അതുമല്ല പിന്നെ പിള്ളേർക്കൊന്നും ഇറിറ്റേറ്റിംഗ് ആവില്ല. ഇപ്പം ഞാനിപ്പോൾ ഓൾറെഡി ഇത് യൂസ് ചെയ്ത് കാരണം എല്ലാ മോൾസും ഇവിടുന്ന് പോയി. അപ്പം ഞാൻ നിങ്ങളെ ഡെമോ കാണിക്കാൻ വേണ്ടി തപ്പി നോക്കിയപ്പോൾ ഒരു ഹിഡൻ പ്ലേസിൽ കുറച്ച് മോൾസ് കണ്ടു. അവിടെ ഞാൻ ഇത് സ്പ്രേ ചെയ്ത് നിങ്ങൾക്കൊരു ഡെമോ കാണിക്കാം. ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിയിലൊരു ക്ലിപ്പ് ഉണ്ടാവും, സേഫ്റ്റി എന്താ പറയുക സ്റ്റോപ്പർ എന്ന് പറഞ്ഞിട്ട്. അതെടുത്ത് മാറ്റുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങോട്ട് ഓപ്പൺ അല്ലെങ്കിൽ സ്പ്രേ എന്നുള്ളൊരു ഡിസൈൻ ഉണ്ടാവും. ആ സ്ഥലത്തിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി. ആ സ്ഥലത്തേക്ക് ഇങ്ങനെ ട്വിസ്റ്റ്. ഇത് ഇപ്പോൾ ഇങ്ങനെയായിരുന്നു സ്റ്റോപ്പിൽ. ഇങ്ങനെ ആകുമ്പോൾ ഇത് സ്പ്രേ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു സേഫ്റ്റി ഹുക്ക് ഉണ്ടാവും, അത് മാറ്റിയിട്ട് ഇത് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പ്രേ ചെയ്യാനുള്ള മോഡിലേക്ക് മാറും. പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ട് പിന്നെ ഇവിടെ ഞാൻ ബിക്കോസ് ഈ ഏറ്റവും അധികം സഫർ ചെയ്ത ഒരു പ്രശ്നമായിരുന്നു ഇവിടെ വന്നപ്പോൾ ഈ മോൾസ്, സ്പെഷ്യലി ഞങ്ങളുടെ ബാത്റൂമിൽ. അപ്പോൾ സ്പെഷ്യലി ഞങ്ങളുടെ ബാത്റൂമിൽ ഇത് ഒത്തിരി എന്താ പറയുക സഫർ ചെയ്തത്. എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ലാതെ ഞാൻ എൻ്റെ ഒരു കസിനെ വിളിച്ചു വെച്ചപ്പോൾ അവൻ പറഞ്ഞു തന്നു ഇങ്ങനെ ഒരു സ്പ്രേ കിട്ടും. അത് ഫസ്റ്റ് ടൈം ഞാൻ മേടിച്ച സ്പ്രേ എന്ന് പറഞ്ഞാൽ കിൽറോക്ക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ആയിരുന്നു. അതും നല്ല റിസൾട്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ബോട്ടിൽ മെയ്ഡും സ്പ്രേ ചെയ്യുന്ന ആ സ്പ്രേയറും കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതായതുകൊണ്ട് അത് പകുതി യൂസ് ചെയ്തപ്പോഴത്തേനും അതിൻ്റെ സ്പ്രേ ചെയ്യുന്ന ആ ഹുക്കൊക്കെ കേടായി പൊട്ടി. പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ മൊത്തം ലീക്കായിട്ട് അത് നിലത്ത് വീഴുമായിരുന്നു. പിന്നെ ഞാൻ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഈ സാധനം കണ്ടത്. അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള സാധനം. ഇതിൻ്റെ 5 ആണ് ഇതിൻ്റെ പ്രൈസ്. ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇത് മേടിച്ച് ആമസോണിൽ നിന്നാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. അതിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ കണ്ട ഇതൊരു കുറച്ച് സ്പേസ് നമ്മുടെ ക്ലോസറ്റിൻ്റെ ബാക്കിൽ കണ്ണൊന്നും എത്താത്ത സ്ഥലത്ത് കുറച്ച് ഞാൻ ഈ സാധനം കണ്ടുപിടിച്ചു. ഇപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇത് സ്പ്രേ ചെയ്ത് എങ്ങനെ യൂസ് ചെയ്യണം ഇതിൻ്റെ എഫക്റ്റ് കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫോം സ്പ്രേ ആണ്. മറ്റു നോർമൽ സ്പ്രേയും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഫോം സ്പ്രേ കുറച്ച് ഇഫക്റ്റ് മീൻസ് സ്ട്രോങ് ഇത് കുറവാണ്. അപ്പോൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവുണ്ടാവും. എന്നാലും ഉണ്ടാവും. സേഫായിട്ട് യൂസ് ചെയ്യുക. ഇത്രയും സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ചെയ്താലും മതി. ഇതിപ്പം ഇതിൻ്റെ എഫക്റ്റ് ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. ഇതൊരു ഫോമായിട്ടാണ് വരിക. മറ്റേത് തനി ഒരു പച്ചവെള്ളം പോലെ വരും. ഇത് ഫോമായിട്ട് ഇങ്ങനെ വന്ന് അപ്പം ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒരു കുറച്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക. മാജിക് പോലെ ആയിരിക്കും. എല്ലാം മൊത്തം അങ്ങോട്ട് ഇവിടുന്ന് ഡിസപ്പിയർ ആയി പോയ പോലെ തോന്നും. ഇത് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ. ബിക്കോസ് നിങ്ങൾ മിക്കവാറും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് UK-ൽ. നമുക്കിവിടെ എന്തുകൊണ്ടാണെന്ന് എനിക്കതറിയില്ല. പക്ഷെ മിക്കവാറും വീടുകൾ കണ്ടൻസേഷൻ ആയിട്ട് പ്രോപ്പർ വെന്റിലേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ അതോ തണുപ്പിൽ കൊണ്ടാണോ ഇത് ഞാൻ മിക്കവാറും ഞങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യം. സംഭവം ഇപ്പം നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും.
കണ്ട അത് പോണ കണ്ട കുറച്ചായിട്ട് കുറച്ച് ഞാൻ ഈ ഭാഗത്തുണ്ട്, അതും സ്പ്രേ ചെയ്യട്ടെ. ഭയങ്കര സ്ട്രോങ് സ്മെല്ലാട്ടോ, ക്ലോറിൻ്റെ ഒക്കെ സ്മെല്ലില്ലേ, അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആ സ്മെല്ല്. ഇതിവിടെ കുറേ അധികം ഉണ്ടായിരുന്നു. ഈ സ്ഥലം ഞാൻ ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാണ് കണ്ടേ. അപ്പോൾ ഞാൻ ഇനി കുറച്ചും കൂടി ആ അധികം എഫക്റ്റായ സ്ഥലത്ത് കുറച്ചും കൂടി അങ്ങോട്ട് സ്പ്രേ ചെയ്യാം. ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് പോയി ആ സ്ഥലത്ത് നിന്ന്. പക്ഷെ അവിടെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി അത് സ്പ്രേ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു ക്ലോത്ത് വെച്ച് ഇങ്ങനെ ഒരു വൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ കെമിക്കൽ ശരിക്കോ എല്ലായിടത്തേക്കും സ്പ്രേ ആവും. നല്ലോണം അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒന്ന് കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കണം, ഞാൻ ഇപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടില്ല, ഗ്ലൗസ് ഇടണം എന്തായാലും. കണ്ട അതിൻ്റെ ഒരു വ്യത്യാസം കണ്ട ഇപ്പം ആദ്യത്തേലും ഇപ്പത്തേക്കുമില്ല ഒരു വ്യത്യാസം കണ്ട. ഇനി ഞാൻ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ഇത് ഫുള്ളായിട്ട് പോയത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ അത് അടിച്ചിട്ടൊരു ഓൾമോസ്റ്റ് 5 minutes ആയിട്ടുണ്ടാവും. ആ 5 minutesൻ്റെ റിസൾട്ടാണിത്. ഓൾമോസ്റ്റ് ഇത് ഒത്തിരി സ്ട്രോങ് ആയിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചേക്കാളും ഒത്തിരി സ്ട്രോങ് ഇൻഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത്. ബിക്കോസ് ഞാൻ മറ്റേ സ്ഥലത്തൊക്കെ നമ്മളിത് കാണാത്ത സ്ഥലമായതുകൊണ്ട് കുറേ നാളായിട്ട് ഇതിങ്ങനെ അഴുക്കായിരുന്നു കിടക്കായിരുന്നു. ഇത് ഞാൻ തപ്പിപ്പിടിച്ച് കണ്ടെത്തിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇത്രയും ഒരു ചെറിയ പിന്നെയും ഡോട്ട്സ് അവിടെ ബാക്കിയുള്ളത്. ഇനി വേറൊരു സ്ഥലത്ത് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കണ്ട ഈ നമ്മുടെ ടൈൽസിൻ്റെ ഇടയിലെ ഗ്രൗട്ടിൽ എന്നല്ലേ പറയാം, ഗ്രൗട്ടിൻ്റെ ഏരിയാസ് ഇല്ലേ, ഇത് തന്നെ ഈ ഗ്രൗട്ട് ഏരിയാസ്, അതിൻ്റെ ഉള്ളിലും ഇത് ഒത്തിരി സ്പ്രെഡ് ചെയ്ത് പിടിക്കും. അവിടേക്കും ഇത് ഒത്തിരി യൂസ്ഫുള്ളാണ്. ഞാൻ മിക്കവാറും ഫോം സ്പ്രേ ആണ് അതിന് റെക്കമെൻഡ് ചെയ്യുക. ഞാൻ ഈ ഒരു സ്പേസിൽ ഞാനൊന്ന് നിങ്ങൾക്കത് യൂസ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ സ്പ്രേ ചെയ്യാം. എന്നിട്ട് ഒരു ക്ലോത്ത് വെച്ച് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുക. ശരിക്കും അധികം ഇല്ലെങ്കിൽ കുറച്ച് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. ചിലപ്പോൾ കുറച്ച് അധികമായ കുറച്ച് സമയം എടുക്കും അത് ഒന്ന് ക്ലീനായി കിട്ടാൻ. അത് കണ്ട, അത് ക്ലീൻ ആവണം. കണ്ട, നിങ്ങൾ അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ അത് മൊത്തം അഴുക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കളർ കണ്ട, ആ ലിക്വിഡിൻ്റെ അഴുക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു അതാ കാണുന്നത്. നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് പിന്നെ വൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് ഓൾമോസ്റ്റ് ക്ലീനാവും. നിങ്ങൾക്ക് ക്യാമറയിൽ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾ അത് മുമ്പത്തെയും ഇപ്പത്തെയും ഒന്ന് പോസ് ചെയ്ത് നോക്കിയാൽ മതി. ക്യാമറയിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ എഫക്റ്റ് ലൈറ്റിങ് കാരണം ശരിക്കും അറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെയും ഇവിടുത്തെയും വ്യത്യാസം കണ്ട, ഇവിടുത്തെയും
അപ്പോൾ ഒത്തിരി എഫക്റ്റീവാണിത്. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി കുറേ സ്പ്രേ ചെയ്തെന്നല്ലോ, പക്ഷെ ഇത്രയൊന്നും സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് സ്പ്രേ ചെയ്തിട്ട് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മേ ബി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വന്ന് നിങ്ങൾ നോക്കുമ്പോൾ നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് എഫക്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് അധികം സ്പ്രേ ചെയ്തെന്നല്ലോ. നമ്മൾ നേരത്തെ സ്പ്രേ ചെയ്ത സ്ഥലം ഇത്, ആ ഒരു കുറച്ച് അത് പെയിൻ്റ് അവിടുന്ന് പോയതാട്ടാ. അത് എന്താ പറയുക, ഇതല്ല മോൾഡല്ല, പെയിൻറ്റിൻ്റെയാണ് ഈ ആ ഒരു സ്ഥലം. ബാക്കിയെല്ലാം നിങ്ങൾ ആ പ്രീവിയസ് വീഡിയോ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്, നമ്മൾ സ്പ്രേ ചെയ്യുന്ന സ്പോട്ടില്ലേ, അത് ചില സ്ഥലത്ത് ഇങ്ങനെ ഒരു ഡോട്ട് പോലെ വരും. വെന്റിലേഷൻ എപ്പോഴും ഉണ്ടാവണം. നമ്മൾ വിൻഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഓപ്പൺ ചെയ്ത് വെക്കുക. ഇങ്ങനെ ഓൾമോസ്റ്റ് ചൂടുകാലത്തൊക്കെ അധികം ഓപ്പൺ ചെയ്ത് വെക്കുക. ഈ പ്രശ്നം വരുന്നത് ഒരു റീസൺ എന്താന്ന് പറഞ്ഞാൽ വെന്റിലേഷൻ പ്രോപ്പർ ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ, ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആവി കാരണം ഇങ്ങനെ ഈ ഭിത്തിയിലൊക്കെ ഇങ്ങനെ കണ്ടൻസേഷൻ പോലെ ഇങ്ങനെ വെള്ളം നിൽക്കും. ആ വെള്ളം നിൽക്കണ കാരണമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഇത് ആരെങ്കിലും ഹെൽപ്ഫുൾ ആയെങ്കിൽ എന്നെ അറിയിക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. എനിക്കറിയുന്ന അത്രയും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ ഈ പ്രൊഡക്റ്റ് മേടിക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലി മോൾഡ് റിമൂവർ എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ 2 പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തേക്കുന്നത്, കിൽ റോക്കും പിന്നെ ഈ HG എന്ന് പറഞ്ഞാൽ. എനിക്ക് കിൽ റോക്കിലും HGയിലും HGയുടെ ഫോം സ്പ്രേ ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഓക്കെ, ബൈ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പറ്റിയെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. താങ്ക് യു വെരി മച്ച്. ബൈ.